നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ വാൽപ്പാറ വാഹനാപകടം. കഴിഞ്ഞ ദിവസം സംഭവിച്ച അപകടം. മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കഴിഞ്ഞ ദിവസമാണ് ഒരു വിനോദയാത്ര ദുരന്തയാത്രയായി മാറിയ സാഹചര്യമുണ്ടായത്. അർദ്ധരാത്രിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെ 4 മണിയോടെ പൂർത്തിയായിരിക്കുകയാണ്. മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഉറ്റവരെ കാണാൻ, അവസാനം ഒരു നോക്ക് കാണാൻ നിരവധി പേർ ഒഴുകിയെത്തും. പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകുന്നേരം 5:20ഓടെയാണ് വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവർ. ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഇവർ യാത്ര തുടങ്ങിയത്. വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലായിരുന്നു ഇവരുടെ വിനോദയാത്ര. ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ വാഹനത്തിലുണ്ടായിരുന്നു. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേർ അപകടത്തിൽ മരിച്ചു. മലപ്പുറം പുലമന്തോൾ സ്വദേശിയും പാങ്ങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപികയുമായ അജിത 54 വയസ്സ്, പാങ് സ്വദേശികളായ അധ്യാപകരായ റംല 52 വയസ്സ്, സുഹറ 43 വയസ്സ്, ആശ 41 വയസ്സ്, അധ്യാപകനായ മജീദ് 43 വയസ്സ്, മജീദിൻ്റെ ഭാര്യ റുഗിയ 39 വയസ്സ്, സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ് 39 വയസ്സ്, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ 45 വയസ്സ് എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത്. അപകടത്തിൽ മരിച്ച അധ്യാപിക സുഹറയുടെ മകൻ ഹിഷാം പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരിച്ചത്. 12 വയസ്സുകാരൻ. GLP സ്കൂളിന് സമീപത്തുള്ള പാങ് GUP സ്കൂളിലെ അധ്യാപിക ഷക്കീന 37 വയസ്സ്, മകൾ മസ്നീൻ 10 വയസ്സ്. അപകടത്തിൽ മരിച്ച സാജിദയുടെ മകനായ ഷഹദീൻ, ടൂറിസ്റ്റ് വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ് എന്നിവരാണ് പരിക്കുകളോടെ ചികിത്സയിലായിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മുഹമ്മദ് ഫാഹിസിന് 21 വയസ്സേ ആയിട്ടുള്ളൂ. ഇതിൽ മസ്നീൻ ഒഴികെ 3 പേരുടെ നില ഗുരുതരമാണ്. അപ്പോൾ എന്താണ് അപകട കാരണമായത്? ഹെയർപിന്നാണ്, വളവുകളുള്ള ഇടമാണ്. അപ്പോൾ അപകടത്തിന് കാരണമായത് ഡ്രൈവറുടെ പരിചയക്കുറവും അപകടത്തിന് കാരണമായി എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉയരുന്നുണ്ട്. ഇവരെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ നിന്ന് കോയമ്പത്തൂർ മെഡിക്കൽ, അതായത് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്നവരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ മസ്നീൻ പൊള്ളാച്ചി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. അതേസമയം പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 11 വയസ്സുകാരി മസ്നീനെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. ഉമ്മ ഷക്കീനയുടെ മരണവിവരം ഇനിയും മസീനയെ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വളരെ വികാരഭരിതമായിരുന്നു സംഭവ വികാസങ്ങൾ. ഒരു നാട് ഒന്നാകെ തകർന്നിരിക്കുകയാണ്. അവർക്ക് പരിചിതരായ അധ്യാപകർ, അവർക്ക് പരിചിതരായ കുട്ടികളൊക്കെ മരിച്ചതിന് ഒരു സ്കൂൾ തന്നെ അനാഥമായിരിക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അപകട വാർത്ത കേട്ടതു മുതൽ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ആളുകളും വാഹനങ്ങളും പള്ളിപ്പറമ്പ് അങ്ങാടിയും പരിസരവും നിറച്ചു. ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അധ്യാപകർ പങ്കുവച്ച ചിത്രങ്ങളും ആശുപത്രിയിൽ നിന്ന് ചിലർ അന്വേഷിച്ച് അറിയിക്കുന്ന കാര്യങ്ങളും മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ആരെല്ലാം ഏതെല്ലാം ആശുപത്രികളാണ്, എത്ര പേർ മരണപ്പെട്ടു, ആരൊക്കെ ചികിത്സയിലാണ്, അങ്ങനെ എല്ലാ വിവരങ്ങളും വ്യക്തമായ ഒരു വിവരങ്ങൾ അറിയാൻ ഒരുപാട് സമയമെടുത്തു. മരണപ്പെട്ടവരുടെ പൊതുദർശനത്തിനും ചടങ്ങുകൾക്കും സൗകര്യമൊരുക്കുക കൂടി വേണമെന്നതിനാൽ നാട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. സ്കൂളിലെ പാചകക്കാരി സാജിദ, അധ്യാപകർ തുടങ്ങിയവരെ കുറിച്ചുള്ള നാട്ടുകാർക്ക് പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ. എന്നും ചിരിച്ചു മാത്രം കാണുന്ന മുഖങ്ങൾ മറക്കാനാകില്ല എന്നാണ് നാട്ടുകാരും പരിചയക്കാരും ഒക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ അപകടം അറിഞ്ഞ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനെത്തി തമിഴ് ജനതയും എത്തിയിരുന്നു. പൊള്ളാച്ചി മലയാളി സമാജവും അടക്കമുള്ളവർ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായി. തമിഴ്നാട് സർക്കാരിൻ്റെ പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാസേനയും ചേർന്ന് ഊർജിതമായി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുണ്ടായി. അപകടം അറിഞ്ഞപ്പോൾ മുതൽ പൊള്ളാച്ചി മലയാള സമാജത്തിൻ്റെ അംഗങ്ങൾ സർക്കാർ ആശുപത്രിയിൽ എത്തിയിരുന്നു. അപകട സ്ഥലത്തിന് ആളുകളെ ആംബുലൻസിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മലയാളി സമാജം ആശുപത്രിയിലെത്തി സജ്ജീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു. അത്യാസന്ന വാർഡിലുണ്ടായിരുന്ന രോഗികളെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുകയുണ്ടായി. 2 വാഹനങ്ങളായിട്ടാണ് ആദ്യം മൃതദേഹങ്ങൾ ആശുപത്രിയിലെത്തിയത്. തൊട്ടു പിന്നാലെ മറ്റു മൃതദേഹങ്ങളും എത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാത്രിയോടെ മന്ത്രി K കൃഷ്ണൻകുട്ടിയും സ്ഥലത്തെത്തി. തമിഴ്നാട് സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായും മലയാളി സമാജവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത്. സാധാരണ രീതിയിൽ വൈകുന്നേരം 5-ന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കില്ലെന്നായിരുന്നു ആശുപത്രി മറുപടി. എന്നാൽ മന്ത്രിയുടെ ചർച്ച
ചർച്ചയ്ക്കൊടുവിലാണ് രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായത്. രാത്രി 8ഓടെ പെരിന്തൽമണ്ണയിൽ നിന്ന് ആംബുലൻസുമായി മരിച്ചവരുടെ ബന്ധുക്കളും പുറപ്പെടുകയുണ്ടായി. അതേസമയം ദാരുണമായ അപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പൊള്ളാച്ചിയിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുവെന്നും മന്ത്രി അറിയിച്ചിരുന്നു. KT ജലീൽ MLA പൊള്ളാച്ചിയിലെത്തിയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അനാഥമായത് 9 കുടുംബങ്ങൾ ആണ് എങ്കിൽ പോലും ഒരു സ്കൂൾ തന്നെ അനാഥമായ പ്രതീതിയാണ്. പാങ് GLP സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകരും 1 പിയൂണും മാത്രം. പിയൂൺ ഗോപാലകൃഷ്ണൻ, LP വിഭാഗം അധ്യാപക ഹസ്നത്ത്, LKG അധ്യാപകരായ റസീന, യശോദ എന്നിവരാണ് ആ സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത്. സ്കൂൾ MTA പ്രസിഡന്റ് പ്രസീജ പറഞ്ഞത് അധ്യാപക സംഘത്തിന്റെ വിനോദയാത്ര വിവരം അറിഞ്ഞത് അവരുടെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് എന്നാണ്. അധ്യാപികയായ ആശ എല്ലാ യാത്രയിലും തന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അജുവിനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്നാൽ ഈ യാത്രയിൽ അജു ഉണ്ടായിരുന്നു. ഇനി അജുവിന് അമ്മയെ കാണാനുമാകില്ല. പാങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല, ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു ചില അധ്യാപകരും വിനോദയാത്ര സംഘത്തിലുണ്ടായിരുന്നു. അധ്യാപകർക്ക് പുറമെ പാങ് സ്കൂളിലെ ആയയും സ്കൂൾ ബസ് ഡ്രൈവറും സംഘത്തിലുണ്ടായിരുന്നു. ചിലരുടെ കുട്ടികളെയും കൂടെ കൂട്ടിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. വിനോദയാത്രയ്ക്കിടെ അധ്യാപകർ അതിരപ്പിള്ളിയിൽ നിന്ന് പകർത്തിയ ചിത്രവും നാട്ടുകാർ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. ചുരം ഇറങ്ങുന്നതിനിടെ 13ാം ഹെയർപിൻ വളവിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും തുടർന്ന് 9ാം വളവിലേക്ക് വാഹനം നിലംപതിച്ചെന്നുമാണ് കോയമ്പത്തൂർ പോലീസ് വ്യക്തമാക്കുന്നത്. അപകടത്തിൽപ്പെട്ട 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും കോയമ്പത്തൂർ SP അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.